അല്ല പേടിച്ചിട്ടല്ല, നമ്മളെന്തായാലും ചെയ്താൽ സക്സസ് ആണല്ലോ. എന്താ സക്സസ് ആവാണ്ട്? വേറൊരു കാര്യം ഉണ്ടെന്നാ. വേറെന്താണ്? ഇത്തിരി പൈസയും കിട്ടും, ഇത്തിരി പ്രശസ്തിയും കിട്ടും. എന്താ രാഷ്ട്രീയമല്ല, അതൊക്കെ എല്ലാരും നിർത്തണല്ലേ. ഇതേ നമ്മുടെ മറ്റേ സത്യനാഥനാശാനില്ലേ കവിതയൊക്കെ എഴുതണത്? സത്യനാഥൻ എന്ന് പറയുന്നത് അവിടെ കവിത എഴുതണ ആ ബൂക്കാട് വീടിന്റെ അപ്പുറത്തുള്ളത്. കവിത എഴുതിയൊക്കെ ആർക്കാണ് ഞങ്ങൾ കാശ് പരിക്ക് കവിത എഴുതണല്ല, അവനൊരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കുന്നുണ്ട്, മനസ്സിലായ? അതിലൊരു ചെറിയ പയ്യന് വേണം, 10-15 വയസ്സുള്ള നമ്മുടെ മോനെ പോലത്തെ. അവനെ അഭിനയിപ്പിക്കുകയും ചെയ്യാം. അതിൽ അവന്റെ വാപ്പാടെ ഒരു വേഷമുണ്ട്, ഒരു മുസ്ലിം വേഷം, അത് ഇക്കാക്കും ചെയ്യാം. ആരൊന്നും ചെയ്താൽ ശരിയാവും. നാടകം എത്ര ചെയ്തിട്ടുള്ളതാണ്. നാടകം ചെയ്തിട്ടുണ്ടെങ്കിലോ റഹസ്യം സമ്മതിക്കൂലടാ, അതൊക്കെ ഭയങ്കര. ഞാനോട് നമുക്ക് ഒരു ആയുസേ ഉള്ളൂ. നമ്മളിവിടെ ജീവിച്ചിരുന്ന ഒരു തെളിവ് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് രക്ഷപ്പെടണം. ഇതൊന്നും കയറി കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല. 1.5 ലക്ഷം രൂപ നമ്മൾ ചെലവാക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ 5-6 രൂപ ആകണതാണ്. ഇവൻ നമ്മുടെ കൂടെ നിന്നിട്ട് ആ ചെലവ് കാശ് മാത്രം ഒരു 1.5 ലക്ഷം രൂപ നമ്മൾ മുടക്കിയ സാറ്റലൈറ്റ് വിൽക്കുമ്പോൾ തന്നെ ആ കാശ് അങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടിയ 1.5 രൂപ കിട്ടിയ അങ്ങനെ കിട്ടുമോ? അങ്ങനെ കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആളുകൾ കാണുന്ന അനുസരിച്ചിട്ട് ഇതിൻ്റെ കളക്ഷൻ വരും. അത് നിങ്ങൾ പപ്പാതി എടുത്തോ, അതിൻ്റെ ഒരു 10% എന്നെ പെടുത്തി വെച്ചാൽ മതി. എവിടുന്നപ്പോ ഈ കായ് ഉണ്ടാക്കുക? ഈ 1.5 ഉറുപ്പ്യൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എവിടുന്ന് 1.5 രൂപ എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ വലിയ കാശൊന്നുമല്ല. നിർമ്മാണം പരീക്കുട്ടി പുള്ളാളിയാണ്, ലോകം മുഴുവൻ കാണും. ഇത് കയറി വൈറലായാലുള്ള അവസ്ഥ അറിയാം നോക്കാക്ക്. പിന്നെ നിങ്ങളുടെ ആ പഴയ കാലത്തെ കല തന്ന് തട്ടിപ്പൊക്കി എടുക്കുക. അഭിനയിക്കാൻ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഞാൻ ചെയ്യാം. പിന്നെ മോനിക്കും അഭിനയിക്കാലോ. അവനൊരു അവസരം കിട്ടണല്ലേ. അതെ, എന്നാലും ഇപ്പൊ അത് 1.5 ലക്ഷം ഉറുപ്പ്യ. ഞാൻ ഇങ്ങനത്തെ ഒരു പയ്യൻ മറ്റേ സെബാസ്റ്റിന്റെ മോനുണ്ടാവും. അല്ലടാ നിക്ക് പറഞ്ഞ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. നമുക്കൊരു ചായ കുടിക്കാം.